ഹലോ, വെൽക്കം ടു ഫാം ഫുഡ് ഹൗസ്. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ വടയാണ്. അപ്പോൾ ചിക്കൻ വട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ ആദ്യം എടുക്കുന്നു. ഇതിനെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ആദ്യം മുറിച്ചെടുക്കും. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വീതം കുരുമുളകും പെരുംജീരകവും ചതച്ചതും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ യോജിപ്പിച്ചെടുത്ത ചിക്കൻ നമുക്ക് അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേ ഈ മസാലയെല്ലാം ചിക്കനിൽ നല്ലപോലെ ഒന്ന് പിടിച്ചു വരത്തുള്ളൂ. മണിക്കൂർ മാറ്റി വെച്ചിരുന്ന ചിക്കനിലേക്ക് നമുക്ക് 3 സവാള നീളത്തിന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അതിലേക്ക് നമ്മൾ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും, 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും, അതിനൊപ്പം 1 കപ്പ് കടലമാവും, 1/4 കപ്പ് അരിമാവും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. നമുക്ക് ഈ എണ്ണ നല്ല ചൂടാക്കി എടുക്കണം. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഈ എണ്ണ ചൂടാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ചൂടാക്കി കഴിയുമ്പോഴേക്കും ഓരോ വടയായിട്ടിടാം. ചിക്കൻ വടയെല്ലാം ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം കുറയ്ക്കണം. ലോ ടു മീഡിയം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. ഒരു സൈഡ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിടാം. മറ്റേ സൈഡും നല്ല ഫ്രൈ ആയി വരുമ്പോഴേക്കും, അതായത് 2 സൈഡും നല്ല ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ വട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചായക്കൊപ്പം ഒരു നല്ല സ്നാക്കാണ്, അടിപൊളി സ്നാക്കാണ്. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.